കുട്ടേട്ടാ Yes, boss. ഇത് മിക്കവാറും മടക്കും. ഷാജോൺ, എന്തോ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോ. താങ്കളും ജാഫർ ഇടുക്കി എന്ന കലാകാരനും ഒരുമിച്ച് മുത്തങ്ങയിൽ ഒരു സിനിമ ലൊക്കേഷനിൽ ഒരു റിസോർട്ടിൽ താമസിച്ചു. താങ്കൾ അവിടെ ജാഫർ ഇടുക്കിയെ അത്ഭുതകരമായി ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു ജാഫറിഡിക്ക് വന്നിട്ട് പോയതേ ഉള്ളൂ. അയ്യോ, ജാഫർക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസ്ഥാനോ ഗംഭീര പ്രസ്ഥാനമാണ്. ഇതേപോലെ ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു മറ്റൊരാളെ ഞാൻ ഈ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം നമ്മൾ എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മൾ ജാഫർക്കായിട്ട് ഒരു 5 മിനിറ്റ് സംസാരിച്ച് നമ്മൾ വളരെ പോസിറ്റീവ് അങ്ങനത്തെ ഒരാളാണ്. അപ്പം ഈ മുത്തങ്ങയിലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാട്ടുളി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. രാജ്ബാബു എന്ന് പറഞ്ഞ ബാബുച്ചൻ ഡയറക്ട് ചെയ്ത. ജാഫർക്കാണ് അതിനകത്ത് സെൻട്രൽ ക്യാരക്ടർ. മുത്തങ്ങയിലായിരുന്നു സാറേ ഷൂട്ട്. റിസോർട്ടിലാണ് ഞങ്ങളുടെ താമസം. ഈ റിസപ്ഷൻ്റെ തൊട്ട് താഴത്തെ ഒരു ലൈനിലാണ് ജാഫർക്കയുടെ കോട്ടേജ്. അപ്പം ഈ റിസപ്ഷനിൽ നിന്ന് ഇങ്ങനെ ജീപ്പ് മാത്രം കയറിപ്പോയിട്ട് ഇങ്ങനെ ജീപ്പ് വരെ കിതച്ച കയറുന്നത്. അങ്ങനത്തെ കയറ്റമാണ്, നടന്നൊന്നും കയറാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു കയറ്റത്തിൻ്റെ മേളിലാണ് എൻ്റെ കോട്ടേജ്. അതിൻ്റെ മേളിലാണ് ഷൈൻ ടോം ചാക്കോടെയൊക്കെ കോട്ടേജ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഞാൻ ചെന്നതിൻ്റെ പിറ്റേ ദിവസം ജാഫർക്ക് വേണ്ട നമുക്കൊന്ന് വൈകിട്ടൊന്നും ഇരിക്കാം, നമുക്ക് പാട്ട്. ജാഫർക്ക് എവിടെ പോയാലും സ്പീക്കർ ഉണ്ടാവും, മൈക്കും സ്പീക്കറൊക്കെ ഉണ്ടാവും. ഭയങ്കര ആഘോഷമാണ്, പാട്ടുമൊക്കെ പാടി ഭയങ്കര രസമാണ് ജാഫർക്കായിട്ടുള്ള നൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ജാഫർക്ക് വേണ്ട നമുക്ക് നീ എൻ്റെ റൂമിലോട്ട് നമുക്ക് പാട്ട് പാടാം. ഞാൻ പറഞ്ഞു ജാഫർക്ക് മുകളിലോട്ട് പോവാം, നമുക്ക് അവിടെ ഇരിക്കും. കാര്യം മേളിൽ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ്, ഭയങ്കര രസമാണ്. താഴോട്ട് എല്ലാം കുറേ ഏരിയ കാണാം. നൈറ്റ് ആയതുകൊണ്ട് അത്ര ക്ലിയർ അല്ല, എന്നാലും ഭയങ്കര രസമാണ്. ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള കുറേ സ്പേസ് ആണ്. അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞ് ആ ഒരു ജീപ്പിൽ ജാഫർക്കയുടെ കൂടെ ഉണ്ടായിരുന്ന അവനും വന്നു. ഞങ്ങൾ റൂമിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ജാഫർക്ക പാട്ട് പാടുന്നു, ഞാൻ പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ താഴെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പടക്കം പൊട്ടുന്ന വെച്ച് കേൾക്കാം. ഞാൻ പറഞ്ഞു ജാഫർക്ക് ഇവിടെ എന്തോ ട്രൈബൽസിൻ്റെ ഇവരുടെ എന്തോ ഒരു ഉത്സവമാണെന്ന് തോന്നുമല്ലോ. അതേടാ ഉത്സവമല്ലേ, അവരെ ഭയങ്കര ഉത്സവം പോ എന്ന് പറഞ്ഞു ജാഫർക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ആയിരിക്കും, ഞാൻ അവിടെ പൊട്ടുന്നുണ്ട് പറഞ്ഞിങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്നപ്പോൾ ജീപ്പ് ബാക്കിൽ വന്നു നിന്ന്, എൻ്റെ കോട്ടേജിൻ്റെ ബാക്കിൽ. മാനേജരും ഒരു അസിസ്റ്റന്റും കൂടെ ഇറങ്ങിക്കൊണ്ട് സാറേ ജാഫർ സാറിനെ കണ്ടോ, നമ്മളിതാ ഇവിടെ ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞു. ഉയ്യോ, ഞാൻ പറഞ്ഞു എന്നാ? ജാഫർ സാറിന്റെ കോട്ടേജിന്റെ മുറ്റത്ത് ആന നിൽക്കുക, ഒറ്റയാന അവിടെ നിൽക്കുക. ഈ ഒറ്റയാന ഇവിടെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള പടക്കം പൊട്ടിക്കലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജാഫർക്ക് ഇങ്ങനെ ഇരിക്കുക. എന്നോട് പറഞ്ഞു ഇപ്പോഴെങ്ങും നിങ്ങൾ താഴോട്ട് ഇറങ്ങരുതേ, ആന ഓടിച്ചപ്പുറത്ത് കാട്ടി കയറ്റു, എന്നിട്ട് നിങ്ങൾ ഇറങ്ങാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞ് ഷൈൻ ടോം ചാക്കോ വരുന്നു, ഷൈൻ്റെ കൂടെ അനിയനുണ്ട്, ഇവർ രണ്ടുപേരും വരുന്നു. ഞങ്ങളെല്ലാം കൂടെ പേടിച്ചാരണ്ട് ഇവിടെ ഇരിക്കുക. ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ആനയെ ഓടിച്ചങ്ങ് കയറ്റി അങ്ങ് വിട്ട്. ജാഫർക്ക് അപ്പോഴും അനങ്ങുന്നില്ല. ഞാൻ പറഞ്ഞു ജാഫർക്ക്, ഷൈൻ പോയി, അനിയനെല്ലാം പോയി. ഞാൻ പറഞ്ഞു ജാഫർക്ക് എന്നാ പറ്റി? എടാതെ ഓ എന്നെ വിറക്കുന്നടാ. ഞാൻ പറഞ്ഞു എന്നേക്കാ? ഇന്നലെ ഇത്ത ഉണ്ടായിരുന്നടാ, പുള്ളിയുടെ വൈഫ് ഉണ്ടായിരുന്നു തലേ ദിവസം. ഇന്നലെ വല്ലതുമായിരുന്നു ആന വന്നിരുന്നെങ്കിൽ അവളെ തുമ്പിക്കയിൽ തൂക്കി എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ ഞാൻ ഇനി വേറെ പെണ്ണ് കിട്ടാൻ എവിടൊക്കെ അലഞ്ഞിരിഞ്ഞ് നടന്നേനെ, എവിടെ പോയി ഒപ്പിച്ചേനേടാന്ന്. അതും ആ സമയത്ത് പേടിച്ചിരിക്കുകയാണെങ്കിലും പറഞ്ഞൊരു ഹ്യൂമർ ഉണ്ടല്ലോ, അത് നമ്മളത് വിഷ്വൽ ഓർത്ത്. കാര്യം ഇവരുടെ ഈ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് നീക്കി കഴിഞ്ഞാൽ മിറ്റമാണ്, ആ മിറ്റത്താണ് കൊമ്പൻ നിൽക്കുന്നത്, കൊമ്പൻ നിൽക്കുകയാണ്. അവളെ എങ്ങനെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ വേറെ കല്യാണം കഴിക്കണേടാ, അതിനെവിടെ ഞാൻ ഇപ്പൊ പെണ്ണ് കണ്ട്